ഒരു വലിയൊരു കാര്യം പറയാൻ വന്നതാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരു ഡേ മൈ ലൈഫ് ഉണ്ടല്ലോ. സമയം 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴാണ് എണീക്കണേ. അപ്പം പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു 10:30 വായന്ന് 12 മണിയാകുമ്പോഴത്തേക്കും എണീക്കലുള്ളൂ. എണീച്ച് ബെഡ്ഷീറ്റ് എല്ലാം കൂടെ വിരിച്ച്, പിന്നെ വെള്ളം കൂടി മസ്റ്റാണ്. എപ്പോഴും രാവിലെ എണീച്ച വെള്ളം കുടിക്കും. അങ്ങനെ അതും കഴിഞ്ഞ് ഒരു വലിയൊരു കാര്യം പറയാൻ വന്നതാ. അല്ലെങ്കിൽ ഞാൻ സന്തോഷമുള്ള എന്തൊക്കെയാണ് തിരിച്ചിട്ടോ. ഇതാ ഞാൻ ഓരോരുത്തന്മാരെയും പേടിച്ചിട്ട് ആരോടൊന്നും പറയുമെന്ന് സന്തോഷിക്കുകയും ചെയ്യത്ത്. ഇന്നലെ 10K അടിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണെല്ലാം ഇങ്ങനെ രാവിലെ എണീറ്റ് പൊന്തി പിമ്പിളൊക്കെ വന്ന വിഷയം. പിന്നെ നേരെ പല്ലൊക്കെ തേച്ച് പിന്നെ ഗോതമ്പിൻ്റെ ദോശയാണ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മരകമായിട്ട് തന്നെ വായിൽ ഉന്തി തിന്നിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഒരു 3 സംതിങ് ആയപ്പം നേരെ വീട്ടിൻ്റെ മുറ്റത്താണ് ആൻറ്റീൻ്റെ വീട്. നമ്മൾ അടുത്തടുത്താണ്, 2 സ്റ്റെപ്പ് വെക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു 3:45 സംതിങ് മുതൽ ഒരു 5 മണി ഒരു കുത്തിരിഞ്ഞ് വർത്താനായിരുന്നു. 5 മണി അങ്ങനെ ആയപ്പോൾ മാങ്ങ വന്നിട്ട് പൂതി വന്ന് നല്ല കുറേ മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ പറിച്ച്. അപ്പം അത് എടുത്ത് എല്ലാവരും കഴിക്കുകയാണ്. ഇവളെന്നാ മാങ്ങേനെ കൊണ്ട് കാണിക്കുന്നത് നോക്ക് മാത്രമേ അറിയൂ. പിന്നെ നമ്മൾ 3 കൂടിയ ഭയങ്കര സംഭവമാണ്. എല്ലാവരും ഫാമിലിയിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ആൻറ്റീൻ്റെ മക്കൾ മൂത്തേൻ്റെ മക്കളാണ്. 3 കൂടിയത് ചേച്ചി അനിയത്തി ഞാനും. നമ്മൾ 3 കൂടിയാണ് ഭയങ്കര തരംഗം അങ്ങോട്ട് സൃഷ്ടിച്ചാളിയും. ഭയങ്കര കോമഡിയും ഭയങ്കര വൈബാണ്. അപ്പം നമ്മളിങ്ങനെ അത് മാങ്ങ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കണം. അതിന് മുന്നേ ഒരു 5-8 തിന്ന് ഇത് പിന്നെ ലാസ്റ്റത്തൊന്നും കൂടാ. എന്തെന്നാണ് വെറുതെ കണ്ടം കൊടുക്കതാ അനക്ക് വരാണ്ടെല്ലാം തിന്ന് അനക്ക് പരതിട്ട് കിട്ടിയാലെ പിടിച്ച്. ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് മാങ്ങുന്ന പ്ലാൻ ആയിരുന്നു. ലാസ്റ്റ് ഇവരെല്ലാം എന്തെല്ലോ പണി എല്ലാം പറഞ്ഞ് എണീച്ച് പോയി. എന്നിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം മാങ്ങ തേച്ച് നിന്നിട്ട് ലാസ്റ്റ് അമ്മക്കൊരു നല്ല കിട്ടപ്പോൾ അമ്മ തിന്നുമ്പോൾ അമ്മേൻ്റെ അടുക്കുന്ന ഇരക്കുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞ ഡയലോഗാണത്. പിന്നെ അതും കഴിഞ്ഞ് ഞാൻ രാവിലെ ആ ചായ കുടിച്ചതിന് ശേഷം പിന്നെ മാങ്ങ തിന്നേ. പിന്നെ ഫുഡ് കഴിച്ചില്ലായിരുന്നു, ഭയങ്കരമായിട്ട് വിശന്ന്. അപ്പം ഞാൻ ഫുഡ് എടുത്ത് തരുമ്പോഴത്തേക്ക് വിളക്ക് കണ്ട ടൈമായി. അപ്പോൾ മാമൻ്റെ മോനോട് വിളക്കൊക്കെ ഇവന് വിളക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പർ വിളക്ക് വെച്ചാണ്. ഞമ്മക്ക് ഈ വിളക്കൊന്നും വെക്കാൻ പറ്റുന്നത് പീരിയഡ്സ് ടൈമൊക്കെ ആയാലും അല്ലെങ്കിൽ വയ്യാണ്ടായാലും നമ്മളിപ്പം എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ പോലും ഇവനോട് വിളക്കൊക്കെ പറഞ്ഞാൽ മൂപ്പർ അത് അങ്ങ് കറക്റ്റ് അങ്ങോട്ട് ചെയ്തോളും. അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഓക്കെ, ശരി, ബൈ ഗായ്സ്.